ഇടതുപക്ഷമടക്കം പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മറുഭാഗത്ത് നടന്നിരിക്കുന്നു. എന്തായിരുന്നാലും പോരാട്ടത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു. നോക്കാം പോരാട്ടം 2026. ഇടതുപക്ഷം പ്രചാരണ രംഗത്ത് സജീവമാകുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും വേഗത്തിലാക്കുന്നതിനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും UDF-ഉം. കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒറ്റ പേരിലേക്ക് എത്തിയതായിട്ടുള്ള വിവരവും വരുന്നുണ്ട്. എന്നാൽ ഉയർന്നു കേട്ട പല പേരുകളും വെട്ടിയും കൂട്ടിച്ചേർക്കലും ഒക്കെയായിട്ടാണ് ഇപ്പോൾ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിനു വളകോട് നമ്മോടൊപ്പം ചേരുകയാണ്. ഷിനു, എന്തായി ഇടതുപക്ഷം ഒരു ഭാഗത്ത് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഒരുപടി മുന്നിലെ ഇറങ്ങിയിരിക്കുന്നു അവർ കളത്തിലേക്ക്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ ആയിട്ടില്ല. ഈ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വിവാദങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? പലയിടത്തും ഉയർന്നു കേട്ട പേരുകൾ വെട്ടിയാണ് പുതിയ പേരുകൾ വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ശേഷം ഇടതുപക്ഷം വളരെ സജീവമായി അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പോസ്റ്റർ പ്രചരണവും സ്ഥാനാർത്ഥി പര്യടനവും ഒക്കെ അവർ ആദ്യഘട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന K. സലീംകുമാർ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇന്നലെ വോട്ടർമാരെ നേരിൽ കണ്ട് അവർ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ UDF-ലും മിക്ക മണ്ഡലങ്ങളിൽ അവർ ഒറ്റ പേരിലേക്ക് എത്തിച്ചേർന്നുവെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പീരുമേട്ടിൽ സിറിയക് തോമസും ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് സീറ്റ് എടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ ജോയ് വെട്ടിക്കുഴിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ വരുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവികുളത്തും അവർ ഒറ്റ പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ ഉടുമ്പൻചോലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്ന പേരിനൊക്കെ പുറമെ I ഗ്രൂപ്പിൽപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി കടന്നു വരുമെന്നാണ് അവസാന നിമിഷം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ ഭരണം ഏത് വിധേനയും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. അത്തരത്തിലാണ്. എന്തായിരുന്നാലും പല പേരുകളും വെട്ടിയിട്ടുണ്ട്. ഇടുക്കിയിലും ഉടുമ്പൻചോലയിലും ഒക്കെ ചില നീക്കങ്ങൾ നടക്കും എന്നുള്ള സൂചനകളാണ് ഷിനു വളകോട് നൽകിയത്. നന്ദി ഷിനു.